ക്രിസ്മസ് ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ? ഉണ്ണിയേശുവിന്റെ ജന്മദിവസമായി ലോകം മുഴുവൻ ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഇതിപ്പോ പുതിയ അറിവാണല്ലോ എന്നല്ലേ? എന്നാൽ എന്ന് മുതലാണ് ഈ ഡിസംബർ 25 ക്രിസ്മസ് ആയി ആഘോഷിക്കാൻ തുടങ്ങിയതെന്ന് അറിയാമോ? ബൈബിളിൽ യേശുക്രിസ്തു എന്ന് ജനിച്ചു എന്നതിന് പ്രത്യേക പരാമർശങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഡിസംബർ 25? ക്രിസ്തുവിന്റെ ജനനം ക്രിസ്ത്യൻസ് ആഘോഷിച്ചിരുന്നുവെങ്കിലും 2ാം നൂറ്റാണ്ട് വരെ ഇതിനൊരു പ്രത്യേക തീയതി ഉണ്ടായിരുന്നില്ല. ജനുവരി 6, ഏപ്രിൽ 17, മാർച്ച് 28, സെപ്റ്റംബർ 11 അങ്ങനെ പല തീയതികളിലും ക്രിസ്തുവിന്റെ ജന്മദിവസം പറഞ്ഞുകൊണ്ടുള്ള തിയറികളുണ്ട്. AD 336 റോമൻ ചർച്ച് അനൌദ്യോഗികമായി ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കാൻ തുടക്കമിടുന്നത്. ഫസ്റ്റ് ക്രിസ്ത്യൻ ചക്രവർത്തി കോൺസ്റ്റാന്റൈനിന്റെ കാലത്താണിത്. ഈ ഡേറ്റ് എന്തിനു തിരഞ്ഞെടുത്തുന്നോ അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഇന്നത്തെ ക്രിസ്മസിന് മുമ്പ്, അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യർ വിന്റർ സോളിസ്റ്റിസ് എന്ന ആഘോഷം നടത്തിയിരുന്നു. സ്കാൻഡിനേവിയയിലെ നോർസ് പോലുള്ള പുരാതന സംസ്കാരങ്ങളിൽ യൂൾ എന്ന പേരിൽ ഉത്സവം നടത്തിയിരുന്നു. പകലും രാത്രിയും ഇരുട്ട് നിറഞ്ഞ, രാത്രിയുടെ നീളമേറിയ കടുത്ത ശൈത്യത്തിന്റെ നാളുകൾ വെളിച്ചം വരുന്നതിന്റെ ആഘോഷമായിരുന്നു ഇത്. ഡിസംബർ 22 മുതലാണ് അവർ ഈ ആഘോഷം നടത്തിയിരുന്നതെന്നാണ് പറയുന്നത്. ഇതുപോലെ ഒന്നായിരുന്നു ഡിസംബർ ഫെസ്റ്റിവൽ പുരാതന റോമിൽ നടത്തിയിരുന്നത്. ബ്രുമേലിയ എന്നും സാറ്റനേലിയ എന്നും ഇതിനെ വിളിച്ചിരുന്നു. ബ്രൂം എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡേ, ദൈർഘ്യം കുറഞ്ഞ ദിവസം. അതിൽ നിന്നാണ് ബ്രുമേലി എന്ന പദം ഉണ്ടാവുന്നത്. റോമൻ സംസ്കാരത്തിൽ ഗോഡ് ഓഫ് അഗ്രികൾച്ചർ ആയ സാറ്റേണിനെ ആരാധിക്കുന്നതിനുള്ള ഉത്സവമായും ഇതിനെ കണ്ടു. അങ്ങനെയാണ് സാറ്റനേലിയ വന്നത്. ചില റോമൻസ് സൂര്യദൈവമായ മിത്രയെ ആരാധിച്ചിരുന്നു. മിത്രയുടെ ജന്മദിനമായി ഡിസംബർ 25 അവർ കണക്കാക്കിയിരുന്നത്. ഇത്തരം വിന്റർ സോളിസ്റ്റിസ് എല്ലാം പേഗൻ ആഘോഷങ്ങളായിരുന്നു. പക്ഷേ AD 1ാം നൂറ്റാണ്ടോടെ പേഗൻ പാരമ്പര്യങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തി ക്രിസ്തുമതം റോമൻ സാമ്രാജ്യത്തിൽ വ്യാപിക്കുന്നു. യേശുവിന്റെ ജനനം ഡിസംബർ 25 ആഘോഷിക്കണമെന്ന് 4ാം നൂറ്റാണ്ടിൽ പോപ്പ് ജൂലിയസ് 1 ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. ഇത് സാറ്റനേലിയ പോലുള്ള പേഗൻ ഉത്സവങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുക എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്നാൽ അപ്പോഴും ഈസ്റ്റേൺ എംപയർ ജനുവരി 6 യേശുവിന്റെ ജനനമായി ആഘോഷിച്ചിരുന്നത്. ഡിസംബർ 25 പ്രഖ്യാപിച്ചെങ്കിലും അത് പലരും അംഗീകരിച്ചിരുന്നില്ല. ഏതാണ്ട് 9ാം നൂറ്റാണ്ട് വരെ അത് അങ്ങനെ തന്നെ നിലനിന്നു. എന്നാൽ മധ്യകാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ക്രിസ്മസ് യൂറോപ്പിൽ പ്രധാന ഉത്സവമായി മാറുന്നുണ്ട്. പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷനിലൂടെ ആംഗ്ലിക്കൻ, ലുഥിയൻ ചർച്ചുകൾ ഇത് ആഘോഷിക്കാൻ തുടങ്ങുന്നു. എന്നാൽ 17ാം നൂറ്റാണ്ടിൽ പോലും ക്രിസ്മസിനെതിരെ പല വിമർശനങ്ങളും പ്രതികരണങ്ങളും ഉയർന്നിരുന്നു എന്നാണ് ചരിത്രരേഖകളിലുള്ളത്. ഇംഗ്ലണ്ടിലെ പ്യൂരിറ്റന്മാരും അമേരിക്കൻ കോളനികളിലെ ചിലരും ക്രിസ്മസ് ആഘോഷത്തെ ചോദ്യം ചെയ്യുകയും ഇത് പേഗൻ വേരുകളുള്ള ആഘോഷമാണെന്ന് വാദിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ, ഒരു കാലത്ത് ക്രിസ്മസ് നിരോധിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ 1800 ആയപ്പോഴേക്കും ക്രിസ്മസ് തിരിച്ചെത്തി. വിക്ടോറിയൻ പാരമ്പര്യം അതിന് തുണയായി എന്ന് വേണം പറയാൻ. ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ അത് 1845 സ്ലൊവേനിയയിലാണ് തുടങ്ങുന്നത്. വിക്ടോറിയ രാജ്ഞിയും പ്രിൻസ് ആൽബർട്ടും ചേർന്ന് ക്രിസ്മസ് ട്രീക്ക് പ്രചാരം നൽകുകയും ചെയ്തു. ക്രിസ്മസ് അന്ന് വരെ കുടുംബങ്ങൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആഘോഷമായിരുന്നില്ല. പൊതുവിരുന്നുകളും ആഘോഷങ്ങളുമായി എല്ലാവരും ചേർന്നാണ് അത് മിക്കപ്പോഴും ആഘോഷിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ചാൾസ് ഡിക്കിൻസിന്റെ എ ക്രിസ്മസ് കരോൾ എന്ന ബുക്ക് ഇതിൽ ചെറിയ മാറ്റം കൊണ്ടുവരാൻ സഹായമായി എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും 20ാം നൂറ്റാണ്ടായപ്പോഴേക്കും ക്രിസ്മസ് ലോകമെമ്പാടും ഒരുപോലെ ആഘോഷിക്കുന്ന ഒന്നായി. പിന്നെ സാന്റ, അതിനു പേരുള്ള ചരിത്രം പലർക്കും അറിയായിരിക്കുമല്ലോ. ഇപ്പോൾ എന്തായാലും എല്ലാം ചേർന്ന് ക്രിസ്മസ് വളരെ കളർഫുള്ളായ സന്തോഷത്തിന്റെ, ഒത്തുചേരലിന്റെ ആഘോഷമാണ്. എല്ലാവർക്കും മെരി ക്രിസ്മസ്.